ഗൈസ് വെൽക്കം ബാക്ക് മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇതാണ് ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ HMS ബീഗിൾ എന്ന ചാൾസ് ഡാർവിന്റെ കപ്പൽ. അപ്പോൾ ആ കപ്പലിന് മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അധികം വൈകാതെ തന്നെ നമുക്ക് കപ്പലിനകത്തേക്കും കയറി അതിനുള്ളിലുള്ള ചരിത്രം അടക്കം നമുക്ക് പഠിക്കാം. എന്തായാലും നമുക്കൊപ്പം ഇതിന്റെ ക്യൂറേറ്റർ ആയിട്ടുള്ള ഡോക്ടർ വൈശാഖൻ തമ്പി കൂടി തുടരുന്നുണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് കൂടുതൽ വിശദമായി ചോദിക്കാം. ഇതിവിടെ പണി കഴിപ്പിച്ചെടുത്തതാണല്ലേ? അതെ, ഇതിവിടെ നിർത്തി ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് ചാൾസ് ഡാർവിൻ സഞ്ചരിച്ച HMS ബീഗിൾ എന്ന് പറയുന്ന കപ്പലിന്റെ ലൈഫ് സൈസ് ആക്ച്വൽ സൈസിലുള്ള ഒരു മാതൃകയാണ്. ഈ ഒരു കപ്പലിലെ 5 വർഷം നീണ്ടുനിന്ന ഒരു ലോക സഞ്ചാരമാണ് ഈ ഭൂമിയിലെ ജീവി വൈവിധ്യത്തെക്കുറിച്ച്, ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് നമുക്ക് അറിയാവുന്ന അറിവിന്റെ ഒരു വഴിത്തിരിവായത്. നമ്മുടെ സയൻസിന്റെ തന്നെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. നത്തിങ് ഇൻ ബയോളജി മേക്സ് സെൻസ് എക്സെപ്റ്റ് അണ്ടർ ദ ലൈറ്റ് ഓഫ് എവല്യൂഷൻ എന്നാണ്. അതായത് പരിണാമ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ജീവശാസ്ത്രത്തെ നമുക്ക് സെൻസിബിൾ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയാറുണ്ട്. അപ്പൊ അത് അത്രയും പ്രധാനപ്പെട്ട ശാസ്ത്ര ചരിത്രത്തിലെ വളരെ വലിയ നാഴികക്കല്ലുകളിൽ ഒന്നാണ് ഡാർവിന്റെ ഈ കണ്ടെത്തൽ. അതെ, നമ്മള് പുസ്തകങ്ങളിൽ മാത്രം കണ്ടും കേട്ടും പരിചയമുള്ള ബീഗിൾ കപ്പലിലേക്കാണ് നമ്മളിത് കയറാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ആ കപ്പലിനുള്ളിലേക്ക് കയറുമ്പോഴുള്ള കാഴ്ചകൾ അതെങ്ങനെയാണ് എന്നുള്ള തരത്തിലാണ് ഈ ഇൻസ്റ്റലേഷൻ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡാർവിന്റെ ജീവചരിത്രം ഉൾപ്പെടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മാപ്പ് അടക്കം അദ്ദേഹത്തിന്റെ സഞ്ചാരപാത ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പരിണാമ സിദ്ധാന്തത്തിന്റെ തുടക്കം അതെങ്ങനെയാണ്, ചാൾസ് ഡാർവിനെ കുറിച്ചും ഒക്കെ ഇവിടെ എത്തുന്ന ഓരോ ആളുകൾക്കും മനസ്സിലാകുന്ന തരത്തിലാണ് ഈ ഇൻസ്റ്റലേഷൻ ഒരുക്കിയിട്ടുള്ളത്. എത്ര നാളെടുത്തു ഇതൊന്ന് പൂർത്തീകരിക്കാൻ? ഇത് മാസങ്ങളുടെ വർക്കാണ്. ഇവിടുത്തെ പല മെഗാ എക്സിബിഷൻസിന്റെയും ഭാഗങ്ങൾ അത് സമാന്തരമായിട്ട് നിർമ്മിച്ചാണ്. ഇതൊന്ന് തീർത്തതിനു ശേഷം അടുത്തേക്ക് പോകാനുള്ള സമയം ഒരിക്കലും നമുക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സമാന്തരമായി നിർമ്മിക്കപ്പെട്ടാണ് പല ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റുകൾ പല എക്സിബിറ്റുകളിൽ ഒരേ സമയം വർക്ക് ചെയ്യുകയും പലതും ഓഫ് സൈറ്റ് ആണ്. അതായത് ഇവിടെ അല്ല ചെയ്തത്, ഇത് പവലിയൻ ആയതിനു ശേഷം ഇതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. പക്ഷെ ഇങ്ങനെയുള്ള വലിയ ഇൻസ്റ്റലേഷൻസ് പലതും ഇവിടെ വെച്ച് തന്നെ ചെയ്തെടുക്കേണ്ടതാണ്. ഇതിൽ ഡാർവിന്റെ ശില്പം പക്ഷെ പുറത്താണ് ചെയ്തത്. ഇത് പൊതുവിൽ നമ്മൾ പാഠപുസ്തകത്തിൽ കണ്ട് ശീലിച്ച ഡാർവിനല്ല. കാരണം യാത്ര ചെയ്ത ഡാർവിൻ 23 വയസ്സുള്ള ഡാർവിനാണ്. ചെറുപ്പക്കാരനായിട്ടാണ്, വളരെ യൂത്ത്ഫുൾ ആയിട്ടുള്ള സമയത്താണ് നമ്മൾ കണ്ടുപരിചയിച്ചത്. താടിയുള്ള കഷണ്ടിയുള്ള ഒരു പ്രായമുള്ള മനുഷ്യനാണ്. അപ്പൊ ഇത് അങ്ങനെ ഒരു തിരിച്ചറിവ് കൂടിയാണ്. ഈ മനുഷ്യനാണ് ചാൾസ് ഡാർവിൻ. ഈ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്ന ചാൾസ് ഡാർവിനാണ് ഈ കണ്ടെത്തൽ നടത്തിയെന്നുള്ളത് തിരിച്ചറിവ്. അതൊക്കെ ഇതിന്റെ ഒരു മനഃപൂർവ്വമുള്ള ഡിസൈനിൽ പെട്ടതാണ്. അദ്ദേഹത്തിന്റെ സഞ്ചാരത്തിന്റെ വഴി, അദ്ദേഹത്തിന്റെ ജീവചരിത്രം, അദ്ദേഹം എങ്ങനെയാണ് ഈ കപ്പലിലേക്ക് എത്തിപ്പെട്ടത്, ആ യാത്ര എങ്ങനെയാണ് പരിണാമത്തെ സംബന്ധിച്ചിട്ടുള്ള ജീവശാസ്ത്രത്തിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിമറിച്ചത്. അപ്പൊ ഇത് ഡാർവിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഐക്കൺ എന്ന നിലയിൽ ഡാർവിന്റെ ചരിത്രവും അദ്ദേഹം എങ്ങനെ അതൊരു സയന്റിഫിക് തിയറി എന്ന രീതിയിൽ അത് എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേർന്നത്, അങ്ങനെയുള്ള കഥകളും വിവരണങ്ങളും ഒക്കെയാണ് ഇതിനുള്ളിൽ ഒരു മ്യൂസിയം പോലെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ സ്പീഷീസ് ഒക്കെ ഇവിടെ, ഒറിജിനൽ സ്പീഷീസ് എന്ന് പറയുന്നത് അദ്ദേഹം ഈ ആശയം അവതരിപ്പിക്കുന്ന പുസ്തകമാണ്. ഒരു വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ മസ്റ്റായിട്ടും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളിൽ ഒന്നാണ് ഒറിജിനൽ സ്പീഷീസ്. അതിന്റെ ഒരു സംക്ഷിപ്ത രൂപം ഇവിടെ ഉണ്ട്. അതിനകത്ത് അതിന്റെ അന്തസത്ത എന്താണ് എന്ന് പറയാനുള്ളത് പെട്ടെന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന പാകത്തിലാണ് അതെ ഒരുക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ പരിണാമ ചിന്താധാരയുടെ ചരിത്രം, അങ്ങനെ ഒരുപാട് മുമ്പും പരിണാമത്തെ കുറിച്ചുള്ള ആശയങ്ങൾ പലരും ചിന്തിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ അതിനെ ക്രോഡീകരിച്ചതും വളരെ വ്യക്തമായി. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പ്രത്യേകത, അദ്ദേഹം വളരെ ആ അധ്യായങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം അങ്ങനെ കൊടുത്തേക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. അതിന് പിന്നിൽ ഒരു ലോജിക്കലായിട്ടൊരു ഓർഡർ ഉണ്ട്. അദ്ദേഹം ആ സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്, അദ്ദേഹം അവതരിപ്പിക്കുന്ന സിദ്ധാന്തത്തിനെതിരെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അതിനുള്ള മറുപടികൾ, ആ ഒരു ക്രമത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സയൻസിന്റെ രീതി, സയന്റിഫിക് മെത്തേഡ് കൃത്യമായി പിന്തുടരുന്ന പുസ്തകമാണ്. അത് വിവരിക്കാൻ കൂടിയാണ് ഈ ശ്രമം. തീർച്ചയായും. അപ്പം ഇവിടെ വരുന്ന ഈ കുട്ടികൾക്കൊക്കെ ഇത് വായിക്കുന്നതിനൊപ്പം തന്നെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് സ്വാഭാവികമായിട്ടും ഇവിടെ വന്ന് കാണുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ പുതിയ പുതിയ സംശയങ്ങൾ, നമ്മൾ സയൻസിനെ കുറിച്ച് എത്രത്തോളം അറിയുന്നു അത്രത്തോളം പുതിയ പുതിയ സംശയങ്ങൾ നമുക്ക് വരുന്നത് സ്വാഭാവികമാണ്. അപ്പം കുട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ വോളണ്ടിയേഴ്സ് ഒക്കെ ഉണ്ട്. വോളണ്ടിയേഴ്സ് ഉണ്ട്, പക്ഷെ പരിമിതമായ സമയമേ അവർക്ക് കിട്ടുള്ളൂ. പ്രത്യേകിച്ച് തിരക്കുള്ള സമയത്ത് അവർക്ക് തുടർച്ചയായിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല. പിന്നെ GSFKയുടെ സൈറ്റിൽ തന്നെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. ഈ കിട്ടുന്ന അറിവ് പോരാന്ന് തോന്നുന്നു, കുറച്ചുകൂടി വിശദമായിട്ട് അറിയേണ്ടതുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതിനെ അങ്ങനെ ഒരു അറിവിന്റെ ഒരു പാക്കേജ് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ വേറൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഇതിൽ പല കാര്യങ്ങളും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിനൊരു പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്, അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരും കരുതുന്നത് ഈ ചെടികൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അവര് സൂര്യന്റെ എനർജി അബ്സോർബ് ചെയ്തിട്ട് അവർ ഭക്ഷണം പാകം ചെയ്യുന്നത് പോലെ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. പക്ഷേ ഫോട്ടോസിന്തസിസ് ആദ്യമായിട്ട് ചെയ്യുന്നത് ചെടികൾക്കും വളരെ മുമ്പാണ്
സയാനോ ബാക്ടീരിയകൾ എന്ന് പറഞ്ഞ ബാക്ടീരിയകളാണ് ഫോട്ടോസിന്തസിസ് ഉണ്ടാക്കുന്നത്. അതിന്റെ ഭാഗമായി ഉണ്ടായ ഓക്സിജനാണ് ശരിക്കും നമ്മുടെ അന്തരീക്ഷത്തിൽ ഇപ്പോഴും ഉള്ള ഭൂരിഭാഗം സ്ഥലത്ത് നിൽക്കുന്ന ഓക്സിജൻ എന്ന് പറയുന്നത്. അത് ജീവന്റെ ചരിത്രത്തിലെ ജീവിവർഗങ്ങളുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. അപ്പൊ അത് ഈ ഫെസ്റ്റിവൽ ഏത് ഭാഗത്താണ് ഫോട്ടോസിന്തസിസിലേക്ക് പരാമർശം ഉള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് മുമ്പ് വരുന്ന കാര്യങ്ങളും അതിന് ശേഷം വരുന്ന കാര്യങ്ങളും ചേർത്ത് നിർത്തി അതിനെ വായിക്കുമ്പോഴാണ് ഫോട്ടോസിന്തസിസ് ശരിക്കുള്ള പ്രാധാന്യം മനസ്സിലാവുക. അപ്പൊ ഞാൻ എടുത്തു പറയാൻ കാരണം വന്ന് ഓരോന്നോരോന്ന് വായിക്കുന്നത് പോലെ പ്രധാനമാണ്. തൊട്ടു മുമ്പ് ഞാൻ എന്താണ് കണ്ടത്, ഇപ്പൊ കാണുന്നത് എന്താണ്, ഇനി കാണാൻ പോകുന്നത് എന്താണ്, ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. അതെ, ഒരു ചെയിൻ പോലെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ താങ്കളൊരു ശാസ്ത്ര അധ്യാപകൻ കൂടി ആയതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞല്ലോ ഫോട്ടോസിന്തസിസിനെ കുറിച്ച്, ഈ പുസ്തകത്തിൽ പറയുന്നതിനപ്പുറമുള്ള കാര്യങ്ങളുണ്ട്. അതിന്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് ചെടികൾക്കും മുൻപാണ് എന്ന് താങ്കൾ പറഞ്ഞു. അപ്പം ഈ നമ്മുടെ പാഠ്യപദ്ധതിയൊക്കെ ഇത്തരത്തിൽ മാറ്റി എഴുതപ്പെടേണ്ട ഒരു കാലമായി എന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ പാഠപുസ്തകങ്ങൾ ഒരുപാട് മാറ്റി എഴുതലുകൾ ആവശ്യമുണ്ട്. പക്ഷേ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ അത് പാഠപുസ്തകത്തിന് വെളിയിൽ വരേണ്ടതാണ്. അത് നമ്മൾ ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഇൻസൈറ്റ് എന്ന് വിളിക്കുന്ന കാര്യമാണ്. അത് പലപ്പോഴും നമ്മൾ പാഠപുസ്തകത്തിലൂടെ ലോകത്തൊരിടത്തും പാഠപുസ്തകങ്ങളിൽ നിന്ന് അത് നേരിട്ട് കിട്ടില്ല. നമ്മൾ അങ്ങനെ അത് ഇത്തരം ഫെസ്റ്റിവലുകളുടെ പ്രസക്തി അങ്ങനെ. അപ്പൊ അവിടെ വരുമ്പോ ഈ കാണുന്ന കാഴ്ച ഉണ്ടാക്കുന്ന അനുഭവം, ഇത്തരം നമ്മൾ കണ്ട് ശാസ്ത്രമേളയിൽ നിന്ന് ഡിഫറന്റ് ആകുന്നുണ്ട്. പല ആളുകൾ ഇത് വന്നിട്ട് ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചവരുമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പല കാര്യങ്ങളും ഇപ്പൊ ടെക്നോളജിക്കലായിട്ട് എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ നിരത്തി വെച്ചിട്ട് നമ്മൾ നടന്ന് അതിന് കണ്ടുപോകുന്നതിന് പകരം ഇതിങ്ങനെ ഒരു കഥ കൂടിയുണ്ട്, അതുകൂടി പിന്തുടർന്ന് പോകണം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പൊ ഈ കാണുന്നത് ഇത് ജീവിവർഗങ്ങൾ ഉണ്ടായി ഒരുപാട് പുതിയ പുതിയ ജീവിവർഗങ്ങൾ ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഭൂമിയുടെ ചരിത്രം ഏതാണ്ട് 400 കോടി വർഷത്തെ പഴക്കമുണ്ട് ഭൂമിയുടെ ജീവന്. പല കാലഘട്ടങ്ങളിലും ജീവിവർഗങ്ങൾ കൂട്ടത്തോടെ വംശനാശം വന്നു പോയിട്ടുണ്ട്. അത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വംശനാശം ഏതാണ്ട് 65 ദശലക്ഷം അല്ലെങ്കിൽ 6.5 കോടി വർഷം മുമ്പ് നടന്ന ഒരു ക്രറ്റേഷ്യസ് പാലിയോജിൻ എക്സ്റ്റിങ്ഷൻ ഈവന്റ് എന്ന് സയൻസിൽ വിളിക്കുന്ന ഒരു വംശനാശ സംഭവമാണ്. ആ സമയത്ത് ഭൂമിയിൽ ആധിപത്യം നിർവഹിച്ചുകൊണ്ടിരുന്ന ജീവിവർഗം എന്ന് പറഞ്ഞ ഡൈനോസറുകളാണ്. ആ ഡൈനോസറുകൾ തന്നെ സിനിമയിലൂടെ, ജുറാസിക് പാർക്ക് പോലുള്ള സിനിമയിലൂടെ കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ടീറക്സ്, ടൈറനസോറസ് റെക്സ് എന്ന് പറയുന്ന ഒരു മാംസഭുക്കായിട്ടുള്ള ദിനോസറാണ്. അത് വളരെ ജൈജാന്റിക് ആയിട്ടുള്ള ഒരു ജീവിയായിരുന്നു. ഭൂമിയിൽ ജീവിച്ച ഏറ്റവും വലിയ മാംസഭുക്കാണ്. അതിന്റെ ശരിക്കുള്ള സൈസിലുള്ള ഫോസിൽ റെപ്ലിക്കയാണ് നമ്മളിവിടെ ഈ ഒരുക്കിയിട്ടുള്ളത് അല്ലേ? ഒരു യഥാർത്ഥ ഇപ്പോൾ പറഞ്ഞ ആ സ്പീഷീസിൽപ്പെട്ട ഡൈനോസറിന്റെ കുട്ടികൾക്കെല്ലാം അറിയാം. നമ്മൾ ജുറാസിക് പാർക്കിലൂടെയൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ ദിനോസറിന്റെ ഒരു പൂർണ്ണ രൂപം, അതായത് അതിന്റെ അസ്ഥികൂടത്തിന്റെ പൂർണ്ണ രൂപമാണ് അമേരിക്കൻ ഹിസ്റ്ററി ഓഫ് നാച്ചുറൽ മ്യൂസിയത്തിൽ പ്രിസർവ് ചെയ്തിട്ടുള്ള ഒരു ആക്ച്വൽ ഫോസിലിന്റെ അതേ റെപ്ലിക്കയാണ്. മിക്കവാറും എല്ലാ പ്രശസ്ത മ്യൂസിയങ്ങളിലും ഇത്തരം ഫോസിലുകളുടെ റെപ്ലിക്കയാണ് സൂക്ഷിക്കുക. കാരണം ഫോസിലുകൾ ഭയങ്കര വിലപിടിച്ചതാണ്, അതിന്റെ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു ഫോസിൽ ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന്റെ വിലയോലെ പ്രധാനപ്പെട്ടാണ് അതിന്റെ ഇൻഷുറൻസ്. ഇതൊക്കെ വളരെ റയർ ആയിട്ടുള്ള ഒരുപാട് ഇൻഷുറൻസ് ഒക്കെ വളരെ ഇത് ഭയങ്കര നമുക്ക് ഈ കോടാനുകോടി വർഷം മുമ്പൊക്കെ വംശനാശം വന്നുപോയ ജീവികളുടെ ഫോസിൽ കിട്ടുക എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു വലിയ ലക്കാണ്. അപ്പൊ അതുകൊണ്ട് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള വിലപിടിക്കാനാവാത്ത അത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ അത് നേരിട്ട് കാണുക, അതെങ്ങനെ ഇരിക്കുമെന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, വളരെ കുട്ടികളുടെ ജീവിതത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികളുടെ ഇവിടെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ള സ്ഥലമാണ്. കുട്ടികൾക്ക് നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ ജനറേഷന് ശേഷം വന്ന കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡൈനോസറുകളുടെ സ്പീഷീസിനെ കുറിച്ചൊക്കെ അവർക്ക് കാണാതെ അറിയാം. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. തീർച്ചയായും ഇത് ഇവിടെ വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഈ ഒരു ഡൈനോസറിന്റെ ഈ ഒരു ഇൻസ്റ്റലേഷൻ ഒരുക്കിയിട്ടുള്ളത്, ഫോസിൽ ഇൻസ്റ്റലേഷൻ ആണ് ഒരുക്കിയിട്ടുള്ളത് അമേരിക്കൻ മ്യൂസിയത്തിൽ ഉള്ള മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി. അതിന്റെ ഒരു റെപ്ലിക്കയാണ് ഇതുപോലുള്ള ഇത്രയും പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഫോസിലുകൾ താരതമ്യേന അളവിൽ കുറവാണ്. അങ്ങനെ പ്രധാനപ്പെട്ട ഡൈനോസറുകളിൽ ഒന്നാണിത്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് നിർമ്മിച്ചെടുക്കുന്നത്? ഇത് ശരിക്കും നമ്മൾ ചൈനയിൽ നിർമ്മിച്ച് ഇവിടേക്ക് കൊണ്ടുവരുന്നതാണ്. ഇതിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്തെടുത്താണ്. ഇതിന്റെ മോഡൽ കൊടുത്ത് അത് ഫൈബറിൽ കാസ്റ്റ് ചെയ്ത് ഇവിടേക്ക് എത്തിച്ച് നമ്മുടെ ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾ ഇത് യോജിപ്പിച്ചെടുത്തതാണല്ലേ? അപ്പം ഇതിന്റെ ആക്ച്വലി ഈ ഒരു റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ഒരു രൂപം ഉണ്ടാക്കിയത് ചൈനയിലാണ്, അവിടുന്ന് കൊണ്ടുവന്നതാണ് ഇവിടെ സെറ്റ് ചെയ്തത്. ഓ ശരി ശരി. അതോടൊപ്പം ഈ അമേരിക്കയിൽ നിന്നുള്ള അമേരിക്കൻ മ്യൂസിയത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ ബ്രിട്ടനിൽ നിന്നുള്ള മ്യൂസിയത്തിൽ നിന്നുള്ള ഒക്കെ ഇതുപോലുള്ള റെപ്ലിക്കകൾ നമുക്ക് ഈ ഒരു റെപ്ലിക്ക നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ പറഞ്ഞത് ആർട്ട് സയൻസ് ആണ് നമ്മുടെ ആശയം. പൊതുവിൽ നമ്മൾ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്, സ്റ്റെം എന്നാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പൊതുവിൽ ഉപയോഗിക്കുന്ന വാക്ക്. ഈ മ്യൂസിയം
ആർട്ട് സയൻസിന്റെ ഈ ആശയം അത് സ്റ്റീം എന്ന് പറയുന്ന ആശയമാണ് പിന്തുടരുന്നത്. അതൊരു പുതിയ ആശയമാണ്. അതായത് ഇപ്പൊ ലോകത്ത് പതിയെ 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 പോപ്പുലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ആർട്ട് ആൻഡ് മാത്തമാറ്റിക്സ്. അപ്പൊ ഇവിടെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ സയൻസ് അറിയാവുന്നവരുണ്ട്, കലാകാർ, വിഷ്വൽ ആർട്ട് ചെയ്യുന്നവരുണ്ട്, ഗ്രാഫിക് ഡിസൈനർമാരുണ്ട്, സ്കൾപ്റ്റിംഗ് ചെയ്യുന്നത്, ശില്പകല ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വലിയ കലാകാർ സയൻസ് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ അവർ ബാക്കിൽ നിൽക്കുന്നേ ഉള്ളൂ. അവരെ കൂടി ഇതിനകത്ത് വളരെ വളരെ പ്രധാനപ്പെട്ട നിർണായക സ്ഥാനം വഹിച്ചിട്ടുണ്ട്. അതൊക്കെ അവരുടെ കലാ നൈപുണ്യം കൊണ്ട് തീർച്ചയായും നമുക്ക് ഇവിടെ വന്നാൽ തന്നെ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഈ ശാസ്ത്ര വിഷയങ്ങളാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് എങ്കിൽ പോലും അതിലെ കലാ സംവിധാനമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് കറക്റ്റായിട്ട് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക എന്നുള്ളത് വലിയൊരു പ്രയത്നമാണ്. അത്രത്തോളം വൈദഗ്ധ്യമുള്ളവരെ കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഡൈനോസറിനെ കണ്ടു, ഇനി നമ്മൾ അടുത്ത പവലിയനിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് പതുക്കെ എത്താം. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ആളുകളുടെ ഒരു അക്സെപ്റ്റൻസ് എങ്ങനെയുണ്ട്? ഒരുപാട് ആളുകൾ വരുന്നുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നിരുന്നാൽ പോലും ഈ ജനങ്ങളുടെ ഒരു അക്സെപ്റ്റൻസ്, ഇതുപോലൊരു ഗ്ലോബൽ ഫെസ്റ്റിവൽ, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഇത്രത്തോളം വലിയ രീതിയിൽ ഒരുക്കിയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്, അതിന് വിചാരിച്ചത്ര രീതിയിലുള്ള ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരു ആത്മവിമർശനം എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി ആളുകളിലേക്ക് ഇതിന്റെ വാർത്ത എത്തേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇത് എത്രത്തോളം യുണീക്കാണ്, ഇത് എന്തുകൊണ്ട് കാണപ്പെടേണ്ട ഒരു സംഭവമാണ്, എന്തുകൊണ്ട് നമ്മൾ പൊതുവിൽ കണ്ടു ശീലിച്ചതല്ല എന്നൊരു കാര്യം ഒരുപക്ഷെ കുറച്ചുകൂടി ആഴത്തിൽ സാധാരണക്കാരിലേക്ക്, കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക്, തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഏതാണ്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അവിടേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി എത്തേണ്ടതുണ്ടെന്നുള്ളൊരു ആത്മവിമർശനം ഇതിനെ സംബന്ധിച്ച് എനിക്കുണ്ട്, ഞങ്ങളുടെ ടീമിനുണ്ട്. അതിനുള്ള ശ്രമം കൂടി നിങ്ങളെപ്പോലുള്ളവരുടെ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൃത്യമായിട്ടുള്ള വാർത്തകൾ പ്രേക്ഷകരിലേക്ക് കൂടുതൽ എത്തുമ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾ അറിയുന്നത്. ഈ തുടക്കത്തിൽ പത്രത്തിലും ടിവിയിലും ഒക്കെ ഒരു വാർത്ത വന്നു പോയതിനപ്പുറം എനിക്ക് തോന്നുന്നു വിശാലമായ രീതിയിൽ കവർ ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് ഇത് വന്നിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് എന്തായാലും ന്യൂസ് 18 കേരളം നമ്മൾ മോർണിംഗ് വൈബ്സ് ഇവിടെ നിന്ന് തന്നെ ആക്കാം. ഇങ്ങനെ ഒരു വലിയ ഏഷ്യയിലെ തന്നെ വലിയൊരു ഗ്ലോബൽ ഫെസ്റ്റിവൽ ഇവിടെ നടക്കുമ്പോൾ അതിന്റെ വിശേഷങ്ങൾ, അതിലെ കാഴ്ചകളൊക്കെ ജനങ്ങളിലേക്ക് കൂടുതൽ, പ്രേക്ഷകരിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ഞങ്ങൾക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം ഫുൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളുമായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ നമ്മൾ അവിടെ ഒരു വലിയ ഡിനോസറിനെ കണ്ടു. ഇതിപ്പോ ഒരു കുഞ്ഞൻ, ഇത് സ്മിലോഡോൺ ഫെറ്റാലിസ് എന്ന് പറയുന്ന നമ്മുടെ ഐസ് ഏജ് സിനിമയിലെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു സൈബർ ടൂത്ത് ടൈഗർ. അതിന്റെ ഫോസിൽ റെപ്ലിക്കയാണ്. ഇതെല്ലാം ശരിക്കും നമ്മുടെ കലാകാർ ചെയ്തെടുത്തതാണ്. ഇത് നമ്മുടെ തന്നെ കലാകാർ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന മറ്റ് ഈ തലയോട്ടികളുടെ, മനുഷ്യ പൂർവിക ജീവികളായിട്ടുള്ള ആസ്ട്രോപിറ്റിക്കസ് പോലുള്ള ജീവികളുടെയൊക്കെ തലയോട്ടികളുടെ റെപ്ലിക്ക എല്ലാം ഇവിടെ കാണാൻ പറ്റും. ഇതെല്ലാം ഇവിടുത്തെ നമ്മുടെ കലാകാർ ചെയ്തെടുത്ത ആർട്ട് വർക്കുകൾ കൂടിയാണ്. നമ്മുടെ അതേസമയം കൃത്യമായ ഫോസിലുകളുടെ അതേ റെപ്ലിക്കയാണ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് ഒരു സയന്റിഫിക് വർക്ക് കൂടിയാണ്. അതെ അതെ അതെ. ഇതിപ്പം ഏത് മെറ്റീരിയൽ ഒക്കെ ഉപയോഗിച്ചായിരിക്കും? പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചിട്ടാണ് അല്ലെ? അപ്പം ഈ വർക്കൊക്കെ ചെയ്തെടുക്കാൻ എത്ര ദിവസം എടുത്തു? ഇതെല്ലാം സമാന്തരമായി ചെയ്തെടുക്കുകയായിരുന്നു അല്ലേ? സമാന്തരമാണ്. നമ്മളുടെ ഒരു വർഷത്തോളം സമയം പലതിനും നമ്മൾ മുന്നൊരുക്കങ്ങളും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഹോമോ ഇറക്ടസ് എന്ന് പറയുന്ന മനുഷ്യപൂർവികർ, അത് മനുഷ്യപൂർവികരുടെ ചരിത്രത്തിൽ ഏതാണ്ട് 10 ലക്ഷം വർഷം മുമ്പ് മനുഷ്യൻ ആദ്യമായിട്ട് തീയെ നിയന്ത്രിക്കാൻ ടേമിംഗ് ഓഫ് ഫയർ എന്ന് വിളിക്കുന്ന കൺട്രോൾഡ് ഫയർ, നമ്മളുടെ മറ്റു ജീവികളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നതാണ്. നമുക്ക് തീ നിയന്ത്രിക്കാൻ പറ്റും. പൊതുവെ കാട്ടിലെ മറ്റു ജീവികളെല്ലാം തീയെ പേടിക്കുന്നവരാണ്. മനുഷ്യന് ആവശ്യമുള്ളപ്പോൾ തീ കത്തിക്കാനും ആവശ്യം കഴിയുമ്പോൾ അണയ്ക്കാനും പറ്റും. അപ്പൊ അത് ആദ്യമായിട്ട് ആ വിദ്യ ശീലിച്ചത് ഹോമോ ഇറക്ടസ് ആണെന്നാണ് നമ്മൾ കരുതുന്നത്. അതിനുശേഷം ഇവിടേക്ക് വരുമ്പോൾ ഇത് ആസ്ട്രോപിറ്റിക്കസ് എന്ന് പറയുന്ന ഒരു ജീവിവർഗമാണ്. ആദ്യമായിട്ട് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, മനുഷ്യന്റെ ഒരു ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക് എന്ന് വിളിക്കുന്നത് 2 കാലിൽ നിവർന്ന് നടക്കാനുള്ള കഴിവാണ്. മറ്റെല്ലാ ജീവികളും 4 കാലിൽ നടക്കും, 2 കാലിൽ എഴുന്നേറ്റ് നടക്കുന്നത്. അത് തുടങ്ങിയത് ആസ്ട്രോപിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് 35 ലക്ഷം വർഷം മുമ്പ് തുടങ്ങിയതാണ്. ഇതെല്ലാം ആർഡിപിറ്റിക്കസ്, ഇതെല്ലാം അതിന്റെ പല പല ഘട്ടങ്ങൾ. പരിണാമം ഒരിക്കലും ഒരു ലീനിയർ ആയിട്ട് ഇങ്ങനെ രേഖീയമായിട്ട് പോകുന്നൊരു പ്രക്രിയയല്ല. പല വഴികളിലേക്ക് പല ജീവിവർഗങ്ങൾ പിരിഞ്ഞിട്ടുണ്ട്. മനുഷ്യന് ഹോമോസാപ്പിയൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. നിയാൻഡർതാലൻസസ് എന്ന് വിളിക്കുന്ന വേറൊരു സമാന്തര ജീവിവർഗം ഉണ്ടായിരുന്നു. ഏതായാലും 40,000 വർഷം മുമ്പ് വരെ അവർ ജീവിച്ചിരുന്നു നമ്മളോടൊപ്പം. നമ്മൾ പലരിലും നിയാൻഡർതാലിന്റെ ഒരു 5%, 3%, 5% ജനിതകം നമ്മൾ വഹിക്കുന്നുണ്ട്. അതായത് ഹോമോ നിയാൻഡർതാലൻസസും ഹോമോ സാപ്പിയൻസും തമ്മിൽ പരസ്പരം ഇണചേർന്നിട്ടുമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇങ്ങനെ പല ബ്രാഞ്ചുകളായിട്ട് പിരിയുന്ന ഒരു കഥയാണ് മനുഷ്യന്റെ പരിണാമത്തിന് പറയാനുള്ളത്. മനുഷ്യന്റെ അല്ല, പൊതുവിൽ ജീവിവർഗങ്ങളുടെ മൊത്തം പരിണാമത്തിന് പറയാനുള്ള ആ കഥയാണ്.
അത് ആ കഥ അവതരിപ്പിക്കാനും അതിന്റെ സങ്കീർണ്ണ ഇത് പൂർണ്ണമായിട്ടും പറഞ്ഞു തീർക്കാവുന്ന ഒരു കഥയല്ല ഇവിടെ. പക്ഷെ അതിലേക്കുള്ള ഒരു തുടക്കം, അതിന്റെ പെർസ്പെക്റ്റീവ് കൊടുക്കുക എന്ന് പറയുന്നതാണ് ഈ ഫെസ്റ്റിവലിന്റെ, പ്രത്യേകിച്ച് അതിനകത്തുള്ള ക്യൂറേറ്റഡ് എക്സിബിഷന്റെ പ്രധാന പർപ്പസ്. ഈ എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുന്ന ഒരു പ്രോസസ് അല്ലല്ലോ, അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും അത് ഓൺഗോയിങ് ആണ്. നമ്മളിപ്പോ കഴിഞ്ഞ കുറച്ച് 5 വർഷത്തിനിടെയാണ് നമ്മൾ പാൻഡമിക്കിൽ ഇവിടെ കടന്നുപോയത്. അപ്പൊ നമ്മള് ഈ പുതിയ പുതിയ കോവിഡ് വേരിയന്റുകൾ വരുന്നതിനെ കുറിച്ച് സംസാരിച്ചു. അത് വേറൊന്നുമല്ല, പരിണാമമാണ്. പുതിയ വേരിയന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ DNA സംഭവിക്കുന്ന മാറ്റങ്ങളിലൂടെ ഉണ്ടാകുന്ന പുതിയൊരു പരിണാമമാണ്. അതാണ്. അത് തന്നെ, അത് ഓൺഗോയിങ് ആണ്. മനുഷ്യരും സാധ്യമല്ലേ? തീർച്ചയായിട്ടും എല്ലാ ജീവനങ്ങൾക്കും സാധ്യമാണ്. പക്ഷേ അത് ആ പരിണാമങ്ങളും ജനിതകമായി വരുന്ന മാറ്റങ്ങളാണ്. റാൻഡമായിട്ട് സംഭവിക്കുന്ന മാറ്റങ്ങൾ തലമുറകളിലൂടെ കൈമാറുമ്പോഴാണ്. അതിപ്പോ ബാക്ടീരിയകളോ വൈറസോ ഒക്കെ ആകുമ്പോൾ പ്രത്യേകത അവ ഇങ്ങനെ മണിക്കൂറുകളോ മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കും. തലമുറകളുടെ തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മുമ്പിൽ കാണാവുന്ന രീതിയിൽ അവർ പുതിയ വർഗ്ഗങ്ങളായിട്ട് പരിണമിക്കാം. പക്ഷെ വലിയ ജീവികൾ, നമ്മൾക്കുള്ള വലിയ ജീവികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാറ്റങ്ങൾ ഒരു തലമുറ അടുത്ത തലമുറയിലേക്ക് പോകുമ്പോൾ വളരെ വളരെ നിസ്സാരമായ മാറ്റങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടേ മനുഷ്യവർഗ്ഗം ഉണ്ടായിട്ട് തന്നെ ഏതാണ്ട് 3 ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ വലിയ വലിയ ജീവികളിലേക്ക് വരുമ്പോൾ ആ മാറ്റം വളരെ സാവധാനമാണ്. ആ ജീവിവർഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിക്ക് അത് കാണാൻ പറ്റില്ല. ഒരു പക്ഷേ ഒരു 10 ലക്ഷം വർഷം കഴിഞ്ഞിട്ട് ഈ ഭൂമി ജീവിക്കുന്ന ഏതെങ്കിലും ഒരു ജീവിവർഗം നമ്മളെ പോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ജീവിവർഗം ഉണ്ടെങ്കിൽ നമ്മളെ അവരൊരു പൂർവിക ജീവിയായിട്ട് കണക്കാക്കിയേക്കാം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത്, മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവി പരിണാമത്തിന്റെ സ്വാഭാവികമായ ക്രമത്തെ തകിടം മറിച്ചൊരു ജീവിയാണ്. അതായത് പരിണാമത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു അണു നിങ്ങളുടെ ദേഹത്ത് കയറി അത് പരിണമിച്ച് പുതിയ അത് കൂടുതൽ നന്നായിട്ട് സർവൈവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഈ ജീവി ചത്തുപോകും. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചു, നമ്മൾ അതിനെ കൊല്ലും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പല രീതിയിലും ഈ പരിണാമത്തെ ചെറുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മറ്റ് ഇതുവരെ നടന്നതുപോലെ ആയിരിക്കണമെന്നില്ല മുമ്പോട്ടുള്ള കഥ. അത്രത്തോളം അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പല ജീവി വർഗ്ഗങ്ങളുടെ കൈകൾ തമ്മിലുള്ള സാമ്യമാണ്. പരിണാമം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത്ര വ്യത്യസ്തമല്ല ഇത്. അതെല്ലാം പല കുഞ്ഞു കുഞ്ഞു ജീവികളുടെ മെക്കാക്കയാണ്, ചിമ്പാൻസിയാണ്, മൗണ്ടൻ ഗൊറില്ലയാണ്, ഫോറസ്റ്റ് ഇതുപോലെ ഹൈഫനേറ്റ്സ് ഫൂട്ട്, ഇതെല്ലാം തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ ഇത് മാമത്തിന്റെ ആണ്. മാമത്ത് എന്ന് പറഞ്ഞാൽ ആന പോലെ ഇരിക്കുന്ന വളരെ പൂർവിക ജീവിയാണ്. പക്ഷെ ഇത് നമ്മുടെ കൈകളോട് സാമ്യമുള്ള ഘടനയാണ് അനാട്ടമിക്കലായിട്ടുള്ളതെന്ന് കാണാം. ഹ്യൂമൻ ഫൂട്ട് ഇവിടെ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. വളരെ വ്യത്യസ്തമെന്ന് തോന്നുന്നെങ്കിൽ പോലും ജീവിവർഗ്ഗങ്ങൾ തമ്മിൽ വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ഒരു പരസ്പര ബന്ധമാണ്. അതാണ് പരിണാമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തസത്ത. അത് തെളിയിക്കുന്നതിനുള്ള ചില എക്സിബിറ്റുകളാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഈ ഇൻസ്റ്റലേഷൻസ് മാത്രമല്ല, ഇതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൂടി ഇവിടെ എല്ലായിടത്തും ഒരുക്കി വെച്ചിട്ടുണ്ട്. 2 ഭാഷയിലുണ്ട്, മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട്. അപ്പോ അത് വായിച്ച് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. വായിച്ചറിയുക, കണ്ടറിയുക, തൊട്ടറിയുക, അല്ലെ, അനുഭവിച്ചറിയുക. ഇത് വെറുതെ എഴുതി വെക്കലല്ല, ഇതെല്ലാം നമ്മുടെ ഗ്രാഫിക് ഡിസൈനേഴ്സ് ബോധപൂർവം ഇരുന്ന് സമയമെടുത്ത് ചിത്രങ്ങൾ ഏത് വേണം, ഏത് നിറം വേണം, അങ്ങനെയുള്ള ബോധപൂർവമായ തെരഞ്ഞെടുപ്പിലൂടെ ഡിസൈൻ ചെയ്തെടുത്ത ടെക്സ്റ്റുകളാണ് ഈ ചുവരിൽ കാണുന്നത്. നമ്മളിതേ ഇവിടേക്ക് വരികയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് സ്കള്ള് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ബാറ്റിന്റെ, വവ്വാലിന്റെ സ്കൾ, ഒറിജിനൽ അല്ല, അത് നമ്മൾ കലാകാരൻ ചെയ്തെടുത്തതാണ്. അതുപോലെ ഇവിടേക്ക് വരികയാണെങ്കിൽ ഒരു പക്ഷിയുടെ സ്കൾ അല്ലേ? നോക്കിയാൽ സാമ്യം മനസ്സിലാവും. ബാറ്റ് ഒരു പക്ഷിയല്ല, വവ്വാൽ ഒരു പക്ഷിയല്ല. പക്ഷെ അവയുടെ ഘടന നോക്കിക്കഴിഞ്ഞാൽ സാമ്യം. ഇത് ആർക്കിയോപ്റ്റെറിക്സ് എന്ന് പറയുന്ന ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ഒരു പക്ഷിയുടെ, അതായത് ദിനോസറുകളോടൊപ്പം ജീവിച്ചിരുന്ന ഒരു ജീവിവർഗമാണിത്. അവരുടെ ഒരു പാറയിൽ, ഇതൊരു പാറയുടെ അകത്തുനിന്നാണ് പൊതുവെ ഇത്തരം ഫോസിൽ നമുക്ക് കിട്ടുന്നത്. ഇത് ആ പാറയും അതിനകത്ത് ആ ഫോസിൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഉൾപ്പെടെയാണ്. ഇത് റെപ്ലിക്കയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മൃഗങ്ങളുടെ, ഉരകങ്ങളുടെ സവിശേഷതകളുണ്ട്, റെപ്റ്റൈൽസിന്റെ സവിശേഷതകളുണ്ട്. അതേസമയം പക്ഷികളുടെ, ഏവിയൻ ഡൈനോസേഴ്സ് എന്നാണ് ഇത്തരം ജീവികളെ വിളിക്കുന്നത്. ഇതൊരു കണക്ടിംഗ് ലിങ്ക് കൂടിയാണ്. അപ്പൊ ഈ പവലിയനിൽ ഒരുക്കിയിട്ടുള്ളത് ഇതുപോലെയുള്ള നമ്മുടെ മനുഷ്യന്റെ പരിണാമത്തെ സൂചിപ്പിക്കുന്ന സ്കള്ളുകൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പക്ഷികളുടെ വംശനാശം വന്ന പക്ഷികളും ഉരകങ്ങളും എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഇവർക്കിടയിലുണ്ടായിരുന്ന രണ്ടുപേരുടെയും സവിശേഷതകൾ ഉണ്ടായിരുന്ന നമ്മളുടെ വീട്ടിലെ കോഴി ശരിക്കും ഡൈനോസറിന്റെ ഒരു പിൻതലമുറക്കാരനോ കാര്യമോ ആണ്. ഓ, അത് ശരി. അതൊരു കൗതുകമുണർത്തുന്ന കാര്യം കൂടിയായി. ഡിസെൻഡന്റ് ആണ് ചിക്കൻസ് എന്ന് പറയുന്നത്. ഓ, ശരി ശരി. പക്ഷേ തമ്മിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ഗ്യാപ്പ് ഉണ്ട്, വ്യത്യാസം. അപ്പൊ ഇതുപോലെ കൗതുകം ഉണർത്തുന്ന ഒരുപാട് കാര്യങ്ങളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് മടങ്ങി വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഈ പരിപാടി